ഹായ്. ഇന്നും ബാഗും എല്ലാം പാക്ക് ചെയ്ത് അടുത്തൊരു യാത്രക്ക് പുറപ്പെട്ട് നിൽക്കുകയാണ്. കാശിക്കൂടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക കേട്ടോ. സോ ടു എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആൾമൈറ്റി. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിലേക്കാണ്. സ്കോട്ട്ലൻഡോ? അതെ, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം സ്കോട്ട്ലൻഡായ വാഗമണിലേക്ക്. ഞങ്ങൾ ഇന്ന് ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ഫ്രണ്ടും ഫാമിലിയും കൂടി ഉണ്ട്. ഞങ്ങള് എല്ലാരും കൂടെ ആണ് പെട്ടെന്ന് പ്ലാൻ ചെയ്തു, ഒരു രാത്രി കൊണ്ട് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അങ്ങ് പോയേക്കാന്ന് വെച്ച്. 2 ദിവസം കാശിക്ക് സ്കൂളിൽ ലീവ് ഒക്കെ ആക്കിയിട്ടാണ് പോയേക്കുന്നത്. നമുക്ക് വാഗമൺ ആയതുകൊണ്ട് തന്നെ അറിയാം, ആ പോകുന്ന വഴിക്കുള്ള വ്യൂസ് നല്ല അടിപൊളി വ്യൂസ് ആണ് കിട്ടുക. ഞങ്ങൾ ഇന്ന് പോയത് പാലാ റോഡ് കയറിയാണ് പോയത്. നല്ല സൂപ്പർ സൂപ്പർ വ്യൂസ് എല്ലാം കണ്ടു. നമുക്ക് ഈ പോകുന്ന വഴി കാണുമ്പോഴേ മനസ്സിലാകും ഓക്കെ എങ്ങോട്ടാണ്. നമ്മൾ ഈ ആലപ്പുഴക്കാർക്ക് ഈ മലയും എന്താണ് കുന്നും കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അല്ലെ. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊരു ഗ്യാപ്പ് ഒക്കെ എടുത്ത് ഇങ്ങനെ പോവാണ്. ഇൻ ബിറ്റ്വീൻ കാണുന്ന കുറെ ഈ വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റ്സ് ഒക്കെ നിർത്താൻ തോന്നും, പക്ഷെ നമുക്ക് നിർത്താനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എങ്ങൊന്നും നിർത്തി പോകാൻ പറ്റുന്നില്ല. ഇടയ്ക്കൊരു പോയിന്റ് കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ ആ ഒന്ന് പ്രകൃതി ഒന്ന് ആസ്വദിക്കാൻ തീരുമാനിച്ച് നല്ലൊരു സ്പോട്ട് നോക്കി അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആ ലോങ് യാത്ര ആയതുകൊണ്ട് കുറച്ചു നേരം അവരൊക്കെ അങ്ങ് ഉറങ്ങി. ആ ഉറക്കക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പൊ ഒരു സ്പോട്ട് കണ്ടെത്തി അവിടെ അങ്ങ് ഇറങ്ങി. ഇത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമായിരിക്കും. നമുക്കൊരു പാന്തരൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു പാറ പോലെ ഒരു സ്റ്റാച്ചു ഒക്കെ ഒരു സ്പേസ് സ്പോട്ട് ഉണ്ടല്ലോ. എനിക്ക് സ്ഥലമൊന്നും പറയാറൊന്നുമില്ല. അപ്പൊ നമ്മൾ അവിടെ നിൽക്കുകയാണ്. അപ്പം ഓൺ ദ വേയിൽ നമുക്ക് ഈ മല കയറുന്ന കയറ്റം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ആ യാത്ര സൂപ്പറാ. എന്തായാലും ഇറങ്ങി നിന്നല്ലേ, കുറച്ച് സെൽഫിയും ഫോട്ടോസും ഒക്കെ എടുത്ത് ആ പ്രകൃതിയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക. അപ്പം അവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവര് ഞങ്ങളെ കണ്ടത് ചേട്ടൻ ഞങ്ങൾക്കൊരു സൂപ്പർ ഒരു സാധനം തന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആ ടേസ്റ്റ് ചെയ്യുന്നത്. തേനിലിട്ട് വെച്ച നെല്ലിക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. നെല്ലിക്കയുടെയും തേനിന്റെയും ഒക്കെ കൂടെ ആ മധുരവും ടേസ്റ്റും ഒക്കെ ആയിട്ട് ആ ഒരു ഗ്യാപ്പിൽ കാശി ഒരു കണ്ണാടി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ ഇഷ്ടപ്പെട്ട സാധനമൊക്കെ നോക്കിയെടുക്കാൻ തുടങ്ങിയിട്ട്. അബിക്കൂടെ കൊടുത്തേക്കാൻ വിചാരിച്ചു. അബിക്ക് സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അബിക്കും കൊടുത്ത് കുറെ നേരം അവിടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. കാശിയുടെ പുതിയ കണ്ണാടിയും വെച്ച് പോസ്റ്റ് ചെയ്യുക, അച്ഛന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ആ മലയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് ദൂരെ, ഞങ്ങൾ വന്ന വഴിക്ക് ദൂരെന്ന് കണ്ട ആ മലനിരകളൊക്കെ അടുത്തടുത്ത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു. ഇതെല്ലാം കണ്ട് കുറേ വെള്ളച്ചാട്ടങ്ങൾ, കുഞ്ഞു 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 വെള്ളച്ചാട്ടങ്ങളൊക്കെ പറഞ്ഞ പാറയൊക്കെ ആയതുകൊണ്ട് അതിന്റെ ഇടയ്ക്കൂടെ വെള്ളച്ചാട്ടങ്ങള് നല്ല രസമായിരുന്നു കണ്ടുകൊണ്ട്. യാത്ര ഭയങ്കര സുഖമുള്ള ഒരു യാത്ര. ഇങ്ങനെ ഈ ഹെയർ പിൻ പോലൊക്കെ കയറി കയറി പോകുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഈ ഭാഗങ്ങളിലേക്ക് വരുന്നില്ലല്ലോ. ഞങ്ങൾ ഇതുവരെ സ്റ്റേക്കേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ലെങ്കിലും ഇടയ്ക്ക് 1-2 തവണ വാഗമൺ വന്ന് വിസിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് 1 ഡേ ട്രിപ്പ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഞങ്ങൾ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങക്ക് വിശപ്പിന്റെ വിളി വന്നത്. രാവിലെ ഒരു 10 മണിയോളം ആയി. 10 മണി ആകാറായ സമയത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് ഇവിടെ എത്തിയപ്പം വാഗമൺ നമ്മുടെ വാഗമൺ എക്സാക്ട് പോയിന്റ് എത്തിയ സമയത്ത് ഒരു 1 മണി 1:30 കഴിഞ്ഞു. വിശപ്പ് പിള്ളേർക്കും ആണല്ലോ ഞങ്ങൾക്കാണെങ്കിലും നല്ല വിശപ്പായി. അവിടെ കണ്ട ചേട്ടനോട് ഞങ്ങള് നല്ല റെസ്റ്റോറന്റ് ചോദിച്ചപ്പം ചേട്ടന്റെ ഇവിടെ റെസ്റ്റോറന്റ് പറഞ്ഞു. പക്ഷെ ഞങ്ങള് അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്ക്. പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് കണ്ടൊരു വനിതാ ഹോട്ടലുണ്ട്. ഹോട്ടലിൽ കയറി. ഇപ്പൊ ഞങ്ങൾക്ക് എന്തോ കഴിക്കാൻ, നല്ല ഊണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 ഊണ് 2 ബിരിയാണിയും പറഞ്ഞു. ബിരിയാണി അത്ര സുഖമില്ലായിരുന്നു കേട്ടോ, പക്ഷെ ഊണ് നല്ലതായിരുന്നു. ഒത്തിരി കറികളൊന്നും ഇല്ലായിരുന്നെങ്കിലും ഊണൊക്കെ നല്ല ഊണായിരുന്നു. അതിനിടയ്ക്ക് രുദ്രയുടെ കുറെ കളികളൊക്കെ ആയിട്ട് കണ്ട് ഊണും എല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നേരെ പോവാണ്. ഇന്ന് നമ്മളുടെ റിസോർട്ട് ഞങ്ങള് ഫെൽമൽ എന്നും പറയുന്ന ഒരു ഒത്തിരി നാളായില്ല റിസോർട്ട് സ്റ്റാർട്ടായിട്ട്. ഫെൽമൽ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോണത്. 9 മാസത്തോ മറ്റോ ആയിട്ടുള്ളൂ. ഞങ്ങള് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നല്ലത് നോക്കി അങ്ങനെ ഒരെണ്ണം ഡിസൈഡ് ചെയ്ത് ബുക്കൊക്കെ ചെയ്ത് പോകുമായിരുന്നു. ഞങ്ങള് ഇന്ന് പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ
ബെലേനോ AGS-ലാണ്. ഞങ്ങളുടെ വണ്ടി നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് യാത്രയിലൊക്കെ സെലേറിയോ ആയിരുന്നു ഞങ്ങളുടെ വണ്ടി. ഞങ്ങളുടെ വണ്ടി ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ബെലേനോ ഞങ്ങളുടെ ഒരു ഓപ്ഷനിൽ വന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ യാത്ര എങ്ങനെയുണ്ട്, എന്തായാലും എടുക്കുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ എടുക്കുന്ന വണ്ടി നമുക്കൊന്ന് എക്സ്പീരിയൻസ്ഡ് ചെയ്യാലോ എന്ന് കേട്ടാണ് നമ്മൾ ഈ വണ്ടി തന്നെ അങ്ങ് ചൂസ് ചെയ്തത്. ഫ്രണ്ടിന്റെ വണ്ടിയും അത് തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു, വണ്ടിയൊക്കെ സൂപ്പർ വണ്ടിയാണ്. പക്ഷേ എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയുണ്ടല്ലോ, സീറ്റ്. നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് ഉള്ളൂ ഒരു കുറച്ച് താഴ്ന്നിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കിട്ടാനൊക്കെ ഇച്ചിരി പാടാം. എനിക്ക് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ വണ്ടി എടുത്താൽ അത്ര അങ്ങോട്ട് സ്യൂട്ട് ആവാൻ ചാൻസ് ഇല്ല. മറ്റു ഫീച്ചേഴ്സ് ഒക്കെ നല്ല അടിപൊളി ഫീച്ചേഴ്സ് ആണ് കേട്ടോ. നമുക്ക് വണ്ടി കൊണ്ട് നമുക്ക് ബാക്കി എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡ്രോബാക്ക് ഫീൽ ചെയ്തത്, നമുക്ക് പെട്ടെന്ന് വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യണം, ഒന്ന് ഗിയർ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇച്ചിരി സ്പീഡ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിട്ട് വേണം ചെയ്യാൻ. ഇത് പെട്ടെന്ന് മാനുവലിലെ കണക്ക് ഓടിച്ച് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം കൊണ്ട് തന്നെ സ്പേസിങ് ആണെങ്കിലും സീറ്റിംഗ് ആണെങ്കിലും എല്ലാം സൂപ്പറാണ്. നമുക്ക് ഇനിയിപ്പം ഈ ബെലനോ വേണ്ടാന്ന് വെച്ച് ഞങ്ങൾ ഏത് വണ്ടി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. 1-ാം തീയതി വണ്ടി ഇറക്കുന്നുണ്ട്. വണ്ടി മാറി നമ്മളിനി അടുത്ത വണ്ടി എടുക്കുകയാണ്. അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. കാരണം എനിക്കിവിടെ നിന്ന് ഓടിക്കാമല്ലോ എന്നൊക്കെ കരുതിട്ടാ കേട്ടോ. ഡ്രൈവിംഗ് അറിയാന്നേ ഉള്ളൂ, നല്ല പിടുത്തൊന്നും ആയിട്ടില്ല. നമ്മുടെ റിസോർട്ടിലേക്കുള്ള വഴി കേട്ടോ ഇത്. നല്ല കയറ്റമുണ്ട്, നല്ല പോലെ കയറി പോണം. ഞങ്ങളിങ്ങനെ പേടിച്ചാണ് നമ്മളിപ്പം കയറി പോകുന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകുന്നുണ്ട്. നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഫെൽമൽ റിസോർട്ടാണ്. കൊള്ളാം, നല്ല സൂപ്പർ വ്യൂ കിട്ടുന്ന റിസോർട്ട്. നമ്മൾ നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ അവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ടെന്ന്. ഇതായിരുന്നു നമ്മുടെ റൂം നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. നേരെ കയറുന്ന ഒരു ലിവിങ് ഏരിയ ഉണ്ട്. ലിവിങ് ഏരിയ ഒരു ഡൈനിങ് ഏരിയ, ചെറിയൊരു കിച്ചൺ പോലെ നമുക്ക് കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. 2 റൂമും അതുപോലെ തന്നെ 2 അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുണ്ട്. 2നും സെപ്പറേറ്റ് ബാൽക്കണി. എന്റെ അമ്മ, ബാൽക്കണി എന്നുള്ള വ്യൂ സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോ കിട്ടുന്ന സന്തോഷമാണല്ലോ, ഭയങ്കര സന്തോഷമായി കിട്ടുന്നത്. ഒരുപാട് ചെറിയ ചെറിയ റിസോർട്ട്സ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇവരുടെ താഴേക്ക് ഒരു പുതിയ താഴേക്കുള്ള വ്യൂ എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടങ്ങളാണ്, മൊത്തം തേയിലത്തോട്ടങ്ങളുടെ വ്യൂവും പിന്നെ മറ്റ് റിസോർട്ട്സിന്റെ ഒക്കെ വ്യൂ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അവിടത്തേക്കാളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വ്യൂ നമുക്ക് കിട്ടും. നല്ല കുറച്ചുകൂടെ പൊക്കത്തിലുള്ളതായതുകൊണ്ട് അത്രയും ഹൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞപ്പം കാശിയുടെ ബെഡിലോട്ടൊരു ചാട്ടമായി. ബെഡിൽ ചാടി കളിക്കാൻ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ചാട്ടവും ബഹളവും ഒക്കെ. ഞാൻ ഫോണും വിളിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ എത്തി നിൽക്കുള്ള കാര്യം വിളിച്ച് പറയണ്ടേ. എല്ലാരെയും വിളിച്ച് പറയേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കാണല്ലോ. നമ്മളിങ്ങനെ ലോങ് ഒക്കെ ഒരു യാത്ര വന്നു കഴിയുമ്പോൾ കുഞ്ഞൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ എന്തായാലും കൃത്യമായിട്ട് നമ്മൾ വിളിച്ച് വീട്ടിലൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഞങ്ങളോട് എത്തിയിട്ടുണ്ട്, സേഫ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയണം. ഇതിനിടയ്ക്ക് നമുക്ക് വ്യൂസ്, ആ വ്യൂവില് മെയിൻ ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്, നമുക്ക് അറ്റ് എ ടൈം തന്നെ നല്ല വെയിലും ഫീൽ ചെയ്യും. ആ ഒരു വെട്ടം നല്ലപോലെ വരുന്നതും പിന്നെ ആ ഒരു തണലും ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് ഫീൽ ചെയ്യും. മേഘങ്ങളൊക്കെ നമ്മുടെ അടുത്തൂടെ പോകുന്ന പോലെ തോന്നും. പോയാലും പൂള് വിട്ടൊരു കളിയില്ല. പക്ഷെ ഇവിടുത്തെ പൂളെന്ന് പറയുമ്പം എന്റെ അമ്മ, ഞങ്ങള് നോക്കുമ്പോ കുറച്ചുപേരുടെ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാല് വെച്ച് നോക്കിയപ്പം അടിപൊളി തണുപ്പ്. എന്റെ പൊന്നോ, നല്ല തണുപ്പ്. ഇത്രയും തണുപ്പ് ഞാൻ വെള്ളത്തിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. നല്ല അടിപൊളി തണുപ്പ്. പിള്ളേർ ഒത്തിരി നേരം ഇറക്കാൻ പറ്റും. പക്ഷെ അവർ രണ്ടുപേരും കൂടെ നല്ല സൂപ്പറായിട്ട് ഇറങ്ങി മുങ്ങി കുളിക്കുകയൊക്കെ ചെയ്ത് കൊച്ചിനെയൊക്കെ കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ ഇറക്കി. ഞാൻ ഇറങ്ങിയിട്ടില്ല. എനിക്ക് ഇത്ര തണുപ്പ്. ഇനി താഴേക്ക് പോകട്ടോ. താഴെയാണ് ഇവരുടെ ഒരു പ്ലേ ഏരിയയും കുറച്ച് ഗെയിം സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഗെയിം സ്റ്റേഷൻ അല്ല, കുറച്ച് ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ലവ് ഫ്രെയിം ഒക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ പോയിട്ട് അവിടെ പോയി നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി ലെങ്ത് ഇല്ല, എന്നാലും നമുക്കൊരു ഗ്ലാസ് ബ്രിഡ്ജ് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. താഴേക്കുള്ള ഇറക്കം ആ ഒരു 2 സൈഡിലെയും തേയിലത്തോട്ടവും ഒക്കെ സൂപ്പർ ആട്ടോ. നമുക്ക് വേറെ എങ്ങും പോകണ്ട, നല്ലൊരു വ്യൂ കാണാനായിട്ട്. നമുക്ക് വാഗമണിന്റെ ഭംഗി കാണാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് വേറെ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല അത്രയും ഭംഗിയിൽ കാണാൻ പറ്റും.
അതാണ് മെയിൻ ആയിട്ട് റിസോർട്ടിന്റെ ഒരു പ്രത്യേകത. നമ്മൾ നേരെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറുവാണ്. ഞാൻ ആദ്യം വിചാരിച്ച് കാശിക്ക് കേറുമ്പോ ഒരു പേടി കാണുമെന്ന് കേട്ടോ. കാശി ഫസ്റ്റ് ടൈമാ കയറുന്നത്. കാശി അത് ഞാനും അതെ ഫസ്റ്റ് ടൈമാ കയറുന്നത്. കയറുമ്പം കാശിക്ക് താഴേക്കുള്ള ഹൈറ്റ് അത് കാണുമ്പോ പേടിയുണ്ടോ ചോദിച്ചു. എവിടുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് പുള്ളിക്കാരൻ ഓടിച്ചാടി കയറിപ്പോയി. കയറി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മെമ്മറി തരുന്ന സ്പേസ് അല്ലേ അവരൊക്കെ. അവിടെ ഒരു ഊഞ്ഞാലിന്റെ സ്പേസ് ആണ്, വലിയൊരു സ്വിങ് അവിടെ ഇനിയും ഫോം ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ ആയിരുന്നു ഒരു വ്യൂ അവിടെ കാണിച്ചോണ്ടിരുന്നത്. ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിലെല്ലാം പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കുറച്ച് കോട്ടേജുകളൊക്കെ ഉള്ളൂ. കാശ് ഫസ്റ്റ് ടൈം കേട്ടോ വോൾ ക്ലൈംബിങ് ചെയ്യുന്നത്. ഞാൻ ഇപ്പഴാ, കാരണം വേറെ ഞങ്ങൾ അങ്ങനെ വോൾ ക്ലൈംബിങ്ങിന് കാശ് കയറിയിട്ടില്ല, ഇച്ചിരി പേടിയായിരുന്നു. പക്ഷെ ഇത് ചെറുതൊക്കെ ആയതുകൊണ്ട് കാശ് ഇതേ കയറിപ്പോയി. അതിൽ കയറിയാ തരുന്നത്. ഇങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പ്രായം അതല്ലേ, കളിക്കട്ടെ. ഞങ്ങളതിനിടയ്ക്ക് അവിടെ ഇങ്ങനെ മൊത്തം ഒന്ന് ചുറ്റിക്കണ്ട് നടക്കുമായിരുന്നു. ഫുൾ ടൈം ഇപ്പോഴും നല്ല തണുപ്പുണ്ട്. ആ ഒരു മഞ്ഞിന്റെ തുള്ളി ആ അതിലൊക്കെ വീണ് വീണ് കിടപ്പുണ്ട്, ചെറിയ നനവോടൊക്കെ. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിച്ച് നടന്നു വന്ന്. വേറൊരു ഏരിയയും കൂടി ഉണ്ട് നമുക്ക് അവിടെ, ഒരു ചെറിയൊരു പോണ്ട് പോലെ കാണാൻ പറ്റും. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ നമുക്ക് ചെറിയൊരു പ്ലേ ഏരിയ, ക്യാരം കളിക്കാം. ഇതിന്റെ പേര് എനിക്കറിയില്ല. ഒരു ടേബിൾ ടെന്നീസ് പോലെയൊക്കെ കളിക്കാം. നമുക്ക് അങ്ങനെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. രണ്ടുപേരും കൂടെ കളിച്ച് കളിച്ച് നോക്ക് എന്തുവാ പരിപാടി എന്ന്. പിള്ളേരാണെങ്കിലും ഇറമ്പിന്ന് ഇവരെന്ത് കാണിക്കാന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം കളി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓരുക. പിന്നെ ആ ഫ്രെയിമിലേക്ക് ചെല്ലട്ടെ. നമ്മള് ഫ്രെയിമിൽ നേരത്തെ പ്ലാൻ ചെയ്തു, അത് ആ ഹേർട്ട് ഷേപ്പ് ഫ്രെയിം കണ്ടപ്പോഴേ പ്ലാൻ ചെയ്തു കുറച്ച് അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന്. നേരെ തൊട്ടടുത്ത് നേരത്തെ പറഞ്ഞ സ്വിങ് കേട്ടോ. ഞങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞ അവര് സ്വിങ് സെറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ബാലിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇത് അത്തരം ഡ്രസ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് സ്വിങ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞത്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ ഒരു യാത്രയൊക്കെ പോകുന്ന ഭയങ്കര സന്തോഷം കേട്ടോ. എപ്പോഴും നമുക്കൊരു 90% ഒരു നല്ല എക്സ്പീരിയൻസുകൾ തരുന്നതായിരിക്കും എല്ലാ യാത്രകളും. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ആ യാത്രകൾ ഭയങ്കര സന്തോഷമുള്ള യാത്രകളായിരിക്കും. മെമ്മറിയിൽ എപ്പോഴും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ആ യാത്രകളെ കുറിച്ചുള്ള ഓർമ്മകളും സ്റ്റോറീസും ഓരോ മൊമെന്റ്സ്, കണ്ട ഓരോ കാഴ്ചകളും. നൈറ്റ് താഴെ നമുക്കൊരു ക്യാമ്പ് ഫയർ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന ഫാമിലി എല്ലാവരും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. ഫാമിലിക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യാമ്പ് ഫയറിന് പോകാൻ വേണ്ടി റെഡിയായി. നേരത്തെ കണ്ട ആ പാർക്കിന്റെ ഏരിയ തന്നെയായിരുന്നു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടോ ഞങ്ങൾ ഒന്നിച്ച് ഒരു ക്യാമ്പ് ഫയർ നോക്കുന്നത്. ഞാൻ പണ്ട് സ്കൂളിൽ ടൂറൊക്കെ പോയ സമയത്ത്, കോളേജിലൊക്കെ പോയ സമയത്ത് നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാശി ഫസ്റ്റ് ടൈം ഒരു ക്യാമ്പ് ഫയർ കാണുന്നത്. അങ്ങനെ ആ ഒരു തണുപ്പത്ത് ഒരു ചൂട് കിട്ടുന്ന ഒരു ഭയങ്കര സന്തോഷം. നല്ല തണുപ്പുണ്ട് കേട്ടോ. വൈകുന്നേര സമയത്താണെങ്കിലും നമുക്ക് നല്ല പോലെ, പോയ സമയം ഒരു ഓഫ് സീസൺ ടൈമാണ്, എന്നാലും തണുപ്പുണ്ട്. നമുക്ക് നാട്ടിൽ നമ്മൾ ആലപ്പുഴക്കാര് ചൂട് കൊണ്ട് നമ്മൾ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാശിക്ക് എന്ത് ക്യാമ്പ് ഫയർ, എവിടെ പോയാലും കളിച്ചുകൊണ്ടിരിക്കുക. കാശി താഴ്ച നിന്നിട്ട് ഞങ്ങൾ പിടിച്ചു വലിച്ചിട്ടും വരുന്നില്ല. അവിടെ പോയിട്ട് പിന്നെയും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. കാശി എന്നാ കളിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. വേറെയും ഫാമിലീസ് ഉണ്ട്, അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് സംസാരിച്ച് ഇരിക്കുകയായിരുന്നു. അവര് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് വന്നിട്ടായിരുന്നത്. ആ പാട്ടിലെല്ലാം എൻജോയ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. തണുപ്പത്തെ ആ ഒരു ചൂട് കിട്ടുമ്പോഴത്തേക്കിനും ഒരു ഒരു എനർജി കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഇവിടുത്തെ ക്യാമ്പ് ഫയർ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് അത്രയും നേരത്തുള്ള തിരക്കെല്ലാം വിട്ട് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ആയിട്ട് നമ്മള് പാട്ടും കേട്ട് മറ്റു ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, എൻജോയ് ചെയ്യുക എന്നുള്ള ഒരു ഫീല് മാത്രമേ ഉള്ളൂ. കുറെ നേരമായിട്ട് കാശിയെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ കാശി വരുന്നില്ല. ഞങ്ങള് പിന്നെ എന്നാ കാശി അവിടെ നിക്കട്ടെ എന്ന് കരുതിയിരിക്കുക. അവിടെ വേറെയും കുറച്ച് ഫാമിലീസ് ഉണ്ട്. എല്ലാരും ഒരേ ടൈമിൽ എത്തിയില്ല. ഞങ്ങൾ തിരിച്ചു കയറി പോയപ്പോ വേറൊരു ഫാമിലി വരുന്നുണ്ട്. ക്യാമ്പറൊക്കെ ഏകദേശം തീരാറായ സമയത്ത് നീ കാശി ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ നോക്കട്ടെ, വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. കാശിയും കുറച്ചു നേരത്തെ ഒന്ന് കാണിക്കല്ലോ. എപ്പോഴെപ്പോഴും ഒന്നും ഇങ്ങനെ ഒന്നും ഉള്ള ഒരു എക്സ്പീരിയൻസുകൾ കിട്ടാറില്ലല്ലോ. ഒരു തരത്തിൽ വിളിച്ചുകൊണ്ട് വരാൻ നോക്കുന്നുണ്ട്.
പാട്ടിനൊക്കെ ഡാൻസ് മേളിൽ നിന്ന് കളിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ കയറി ചെല്ലത്തിൽ ഉറപ്പിലാണ് അവിടെ നിൽക്കുന്നത്. ഞാൻ തെന്നി വരുമ്പോ എടുത്തോടെ വരാനുള്ള പ്ലാനിലൊക്കെയാ. പക്ഷെ വരുന്ന ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആളവിടെ നിന്ന് ഭയങ്കര ഡാൻസ് കളിയാം. നമുക്ക് ഇവിടെ ഒരു പാത്വേ ഒക്കെ ഉണ്ട്, നമുക്ക് നടക്കാനൊക്കെ പറ്റും. ചെറിയൊരു പാത്വേ ഉണ്ട്. ഏകദേശം ചുറ്റും ഈ ഒരു വ്യൂ ആയിരിക്കും കിട്ടുക കേട്ടോ. ഇതും നല്ല പർട്ടിക്കുലർ ഹൈറ്റിലാണ്, നമുക്ക് ഹൈറ്റിൽ ഒരു വ്യൂ നല്ലപോലെ കിട്ടും. ഫൈനലി കാശിയെ കൈ കിട്ടിയിട്ടുണ്ട്. കൈ കിട്ടി അച്ഛന് പോയി ഇവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ചൂടൊക്കെ കിട്ടുമ്പോൾ നല്ല സുഖമാണ്. ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് രണ്ടുപേരുടെ കളിച്ച്. നെക്സ്റ്റ് ഡേ മോർണിംഗ്, നൈറ്റിലെ എല്ലാ ബഹളങ്ങളും കഴിഞ്ഞ് രാവിലെ എണീറ്റപ്പോ ഒരു കാപ്പി ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് അതിനുള്ള ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കിറ്റിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്ലേറ്റ്സും വേണ്ടുന്ന പാത്രങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ചെറിയൊരു സെറ്റപ്പ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാശ് ഉണ്ടല്ലോ, കാശ് നല്ല ഉറക്കം. ഇന്നലെ വൈകുന്നേരത്തെ ബഹളവും കളിയും ചിരിയൊക്കെ ആയിട്ട് ഇത് കുറച്ചു നേരം വെളുത്തിട്ടു. പക്ഷെ ഇത് ആ ഒരു വെളുത്ത് വരുന്നതിന് മുമ്പായിട്ട് ഒരു 6 മണി സമയത്തേക്ക് കുറച്ചുകൂടെ കോടയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാഴ്ചയെല്ലാം കണ്ട് ഇതായിരുന്നു നമ്മുടെ റൂം. ഒരു ലിവിങ് ഏരിയ, ഒരു റൂം, നെക്സ്റ്റ് സൈഡിൽ വേറെ റൂം, ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. അവിടെ തന്നെ ചെറിയൊരു കിച്ചൺ ഫെസിലിറ്റി, ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിലും കുറച്ച് സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം, നല്ലൊരു റൂമായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും റൂം ഫെസിലിറ്റി ഒക്കെ സൂപ്പർ ആയിരുന്നു. രാവിലെ പോയിട്ട് പൂളിന്റെ സൈഡ് ഒക്കെ ഒന്ന് കണ്ട് അവിടെയൊക്കെ പോയി നോക്കിയിട്ട് വന്നു. പൂളിൽ ഇറങ്ങിയില്ല. രാവിലെ ഉള്ളി ഫ്രഷ് ആയി നമ്മളെല്ലാം പോകാനെല്ലാം നേരെ എടുത്തിരുന്നു. പോകുന്ന കാര്യം പറയുമ്പോഴേ ഒരു ഭയങ്കര വിഷമമാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലീഷേ ഡയലോഗാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക കൂടെ ചെയ്യണം കേട്ടോ. പേടി പ്രൊമോഷൻ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട്, ഞങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളേ. ഓക്കെ, ബൈ.